എത്ര നേരമായി ചേച്ചി ഇതെന്നെ ചോദിച്ചോണ്ട് നിൽക്കുന്നു? എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോവാനുള്ളതാ. വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങൂ. അല്ല ചേട്ടാ, മുന്തിരിക്ക് എന്താ വില എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലേ? ചോദിച്ചാൽ തന്നെ ചേട്ടൻ അതിനുള്ള മറുപടി പറയുന്നുമില്ലല്ലോ. അതെന്താ അങ്ങനെ ചേട്ടാ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. അതൊന്നും നോക്കാൻ മേലായിരുന്നോ നിങ്ങൾക്ക്? അയ്യോ എന്റെ ഈശ്വരാ, എന്തൊരു ക്ഷീണമാണ്, എന്തൊരു വെയിലാണ്. അയ്യോ തളരുന്നേ. ആഹാ, മുന്തിരിക്കാരനാണല്ലോ. കുറച്ച് തരുമോ എന്ന് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും തരാതിരിക്കില്ല. മോനെ മോനെ, എന്താ വില മുന്തിരിക്കൊക്കെ? പച്ചമുന്തിരിയും ചുമപ്പ് മുന്തിരിയും ഒക്കെ ഉണ്ടല്ലോ. എന്താ വില? വിലയൊക്കെ ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഒന്ന് നോക്കിക്കോ തള്ളേ. അതിനെനിക്ക് വായനയൊന്നും അറിയില്ലല്ലോ മോനെ. നീ പറഞ്ഞാ മാത്രമേ എനിക്കറിയൂ. അതിന് എന്റെ അടുത്ത് തരാൻ പൈസയൊന്നുമില്ല. ഓഹോ, പൈസ ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടോ. ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാൻ ആദ്യമേ നിൽക്കണ്ട. പിന്നെ രണ്ടുപേരും ഒന്ന് മാറിക്കേ. ഞാൻ എന്റെ പാട്ടിന് പോട്ടെ. നിങ്ങളൊക്കെ വാങ്ങുന്നുമില്ല. എന്റെ സമയം കളയാനായിട്ട് വന്നിരിക്കുന്നു രണ്ടെണ്ണം. മുന്തിരി, മുന്തിരി. എന്റെ ചേട്ടാ ഒന്ന് നിൽക്കൂ. ഒന്ന് വില ചോദിച്ചിട്ട് വാങ്ങാന്ന് വെച്ചിട്ടാ. അവിടെ നിക്ക് ചേട്ടാ. എനിക്കെന്നാ പച്ചമുന്തിരി 1/2 കിലോ. ആ, ഇനി അടുത്തത്. പകുതിയും മുക്കാലും ഒന്നും കൊടുക്കില്ല. വാങ്ങുന്നെങ്കിൽ 2 കിലോ മൊത്തമായിട്ട് വാങ്ങണം. അവര് സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ മെല്ലെ കുറച്ച് മുന്തിരി കവറിലേക്ക് എടുത്തിടാം. വല്ലാത്ത ദാഹം സഹിക്കാൻ വയ്യേ. ചട്ടിയിലെ കവറിലാക്കി വച്ചിട്ടുണ്ട്. ഇനി 4-5 എണ്ണം കൂടി കിട്ടിയ മെല്ലെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാമായിരുന്നു. ഹലോ തള്ളേ, നിങ്ങള് മുന്തിരി കക്കുന്നുണ്ടോ? ഞാൻ കണ്ടല്ലോ. ഇതിലേക്ക് വെച്ച് ഇത് 2 കിലോ തികച്ചു മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കട്ടെടുക്കല്ലേ തള്ളേ. ഇതിലേക്ക് വെക്ക് 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 വെക്ക്. പെട്ടെന്ന് വെക്ക്. നല്ല നിലക്കാണ് ഞാൻ പറയുന്നേ. എന്റെ മുന്തിരി ഇതിലേക്ക് വെക്ക് തള്ളേ. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? എന്തോ നിങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുന്നേ? നിങ്ങളോട് തന്നെയാ പറഞ്ഞേ എന്താ എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അടുത്തടുക്കരുതെന്ന്. കള്ളത്തരം കള്ളത്തരം. വെക്ക് 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 വെക്ക്. സമ്മതിക്കില്ല. വിശന്നിട്ടാണടാ മോനെ ഞാൻ എടുത്തേ. എന്നെ ഒന്നും ചെയ്യല്ലേ, വിശന്നിട്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുന്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ വച്ചിട്ട് പോയാ മതി. കണക്കാക്കിയ സാധനം മാത്രമേ എന്റെ അടുത്തുള്ളൂ. ഞാൻ അതുപോലെ തട്ടിയും വിടും, എറിഞ്ഞും വിടും. മനസ്സിലായല്ലോ? അപ്പൊ വേഗം എന്റെ സാധനം നിങ്ങൾ തന്ന് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കും. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, എന്നെ കൊല്ലുന്നേ. അയ്യോ അയ്യോ, എന്നെ കാട്ടുന്നേ, അടിക്കുന്നേ, കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ. അയ്യോ അയ്യോ. എന്താ സാറേ, എന്താ? അവരെ വിടൂ. എന്ത് പറ്റി അമ്മച്ചി? എന്ത് പറ്റി? എന്തിനാ അവര് അമ്മച്ചിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എന്താ നിങ്ങൾ എന്തിനാ ഈ പാവം അമ്മൂമ്മനെ അടിച്ചിടുന്നേ? പറയ്, എന്തിനാ? അവരെ ഞാൻ അടിക്കുക മാത്രമല്ല, അടിച്ച് തെറപ്പിച്ച് കൊല്ലും ഞാൻ. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്തിരി കട്ടെടുക്കരുതെന്ന്. പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് അനുസരിക്കണ്ടേ? ഇവിടെ സാധനമില്ല, കക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും എന്റെ സാധനം കട്ടെടുത്തു. അടിച്ചു കൊല്ലും ഈ സ്ത്രീയെ ഞാൻ. അയ്യോ ചേച്ചി, അമ്മൂമ്മ കുറച്ച് മുന്തിരി എടുത്തതിനാണോ അമ്മൂമ്മയെ ഇങ്ങനെ ഇട്ട് അയാൾ കൊല്ലുന്നേ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ചേട്ടാ അതിനുള്ള പൈസ ഞാൻ തന്നേക്കാം ചേട്ടാ. എന്റെ മോളെ, നീ വന്നത് കണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തിനാ അമ്മമ്മ അവരുടെ മുന്തിരിയൊക്കെ എടുക്കാൻ പോയേ? വിശക്കുന്നുണ്ടെങ്കിലും ആരാന്റെ സാധനം ഒന്നും കട്ടെടുത്ത്